എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഏകദേശം ഒരു 100 പോയിൻറ്റിനടുത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് പിന്നീട് അവിടെ നിന്ന് നേരെ താഴേക്ക് വരികയാണ് ചെയ്തത്. താഴെ വന്ന് ഒരു സൈഡ് വേയിലൂടെ ക്ലോസ് ചെയ്തു. യാതൊരു തരത്തിലും ഓപ്ഷൻ ബയ്യേഴ്സിന് ഒരു 30 പോയിൻ്റ് കണ്ടിന്യൂ ആയിട്ട് കൊടുക്കില്ല എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്നും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ട്രേഡായത്. നോക്കൂ, ഇതാണ് അവസ്ഥ. ഓരോ ദിവസത്തെയും നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സൈഡ് വേയിലൂടെ തന്നെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു, അപ്പ് ട്രെൻഡ് തന്നെയായിരുന്നു, ബുള്ളിഷ് തന്നെയാണ് ഉള്ളത്. നമ്മൾ ഇന്നലെ വീക്ക്ലി അനലൈസ് വീഡിയോ പറഞ്ഞ പോലെ നിഫ്റ്റി ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ് ഉള്ളത്. പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ ലേശം താഴെ വരും, എന്നിട്ട് അവിടെ കുറച്ച് നേരം സൈഡ് വേ കളിക്കും, പിന്നെ ലേശം കൂടെ താഴെ വരും, അല്ലെങ്കിൽ മുകളിലേക്ക് പോകും, എന്നിട്ട് അവിടെ സൈഡ് വേ. ഇതാണ് അവസ്ഥ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോഴും നമുക്കൊരു ഇനി എങ്ങോട്ടാണ് നിഫ്റ്റി എന്നുള്ളൊരു കൺഫേം നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു അപ്പ് ട്രെൻഡ് തന്നെയാണ്, ബുള്ളിഷ്നെസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇന്നലെയും ഇന്നും റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരു കാര്യം പറയാം, എന്ത് നിഫ്റ്റി താഴേക്ക് വരും എന്നുള്ളത്. കാരണം ഒരു ആൾ ടൈം ഹൈയിൽ ആയതുകൊണ്ട്. ഇന്നും ആൾ ടൈം ഹൈ ആണല്ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, 25,333. നമ്മൾ കുറേ ദിവസങ്ങളായി പറഞ്ഞിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ്, ഒരു ടാർഗറ്റ് 25,325 നിഫ്റ്റിയുടെ നെക്സ്റ്റ് എന്നുള്ളത്. അതുവരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താവും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെയാണ് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഏതായിരുന്നാലും നമുക്ക് നാളേക്ക് ഉള്ളത് എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. അതേസമയം നമ്മൾ ഇന്നലെ കൊടുത്ത ലെവലുകൾ ഇന്ന് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇരുപത്തി 25,264 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എടുത്തു പോകാം എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ. അതിനനുസരിച്ച് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ താഴെ വന്നു, വീണ്ടും താഴെ വന്നു, നേരെ നമ്മുടെ ആ ഒരു എൻട്രി പ്രൈസിനും നേരെ താഴെ വന്നതിന് ശേഷം വീണ്ടും അത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഈ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റിന് കാത്തു നിന്നതിന് ശേഷം നമുക്ക് എൻട്രി ലഭിച്ചത് ഇവിടെ നിന്നായിരിക്കാം. ഇവിടെ നിന്ന് എൻട്രി ലഭിക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന്, കാരണം ഗ്രീൻ കളർ വന്നതിന് ശേഷമാണ് എൻട്രി പോകാൻ പാടുള്ളൂ. 16 പോയിൻ്റ്, ഒരു കാര്യമില്ല. ഇതാണ് അവസ്ഥ. കാരണം നമുക്ക് അപ്പ് സൈഡിലേക്ക് 25,265 മുകളിലാണ് പറഞ്ഞത്, ഡൗൺ സൈഡിലേക്ക് 25,200 താഴെയും. അതെന്തായാലും ആക്റ്റീവായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നാളേക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യുക. അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് നമുക്കിനി എൻട്രി ഇവിടെ നിന്നാണുള്ളത്. അതായത് 25,334 25,334 എൻട്രി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് 25,334 എൻട്രി ലഭിച്ചു കഴിഞ്ഞാൽ 25,410 ആണ് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. അതേസമയം താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി പോസിബിളാണ്. 25,240 താഴെ. ഓക്കെ, 25,240 താഴെ നമുക്ക് എൻട്രി ലഭിച്ചാൽ നെക്സ്റ്റ് സപ്പോർട്ട് 25,190 എന്നുള്ളതാണ്. അതുവരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇത് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് നാളെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കൂ, യാതൊരുവിധ കൺഫർമേഷനും ഇല്ല. അതേസമയം ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ ആയിരുന്നെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് നാളെ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും നമുക്കൊരു ചാൻസ് ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് നിഫ്റ്റി 1 അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്.
ഇനി വൺ ഡേ ടൈം ഫ്രെയിമിൽ എന്നാൽ ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നോക്കൂ, ഇവിടെ നിന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ ഒരു റേസിംഗ് വെഡ്ജ് തന്നെയാണ്, അതേസമയം ഒരു അപ്പ് ട്രെൻഡുമാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം താഴത്തേക്ക് വരാൻ തന്നെയാണ് ടെൻഡൻസി കൂടുതലും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് യാതൊരു നിലയ്ക്കും ട്രേഡ് പ്രോപ്പറായിട്ട് എടുത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ തന്നെ വൺ ഡേ ടൈം ഫ്രെയിമിൽ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വാച്ച് ചെയ്താണ്. പക്ഷേ അതൊന്നും ഇവിടെ യാതൊരു തരത്തിലും നമുക്ക് ഇത് ആക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അന്ന് പറഞ്ഞ രൂപത്തിൽ ഇതുവരെ പോയതിന് ശേഷം താഴത്തേക്ക് വരാമെന്നാണല്ലോ പറഞ്ഞത്. ഇനി വരും ദിവസങ്ങളിൽ താഴേക്ക് വന്നേക്കാം. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് നാളേക്ക് ഏതെല്ലാം രീതിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകളൊന്ന് ആദ്യം പരിശോധിക്കാം. ഇന്നലെ 51,480 മുകളിലാണ് അപ്പ് സൈഡിലേക്ക് എൻട്രി പറഞ്ഞത് 1 അവർ ടൈം ഫ്രെയിമിൽ. നമുക്ക് ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം താഴെ വന്നു. നെക്സ്റ്റ് ഇവിടെയാണ് രണ്ടാമത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു എന്നല്ലാതെ അവിടെ സ്റ്റേബിളായി നിന്നില്ല, നേരെ താഴേക്ക് തന്നെ വന്നു. അതായത് നമ്മളെപ്പോഴും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ റീടെസ്റ്റ് നടത്തി നേരെ താഴേക്കാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി ലഭിച്ചിട്ടില്ല, ഡൗൺ സൈഡിലേക്ക് നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലും ഇതാണ് അവസ്ഥ. നമുക്ക് ഇനി നാളെ 51,580 മുകളിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് സപ്പോർട്ടല്ല റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അത് വെയിറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഏകദേശം ഇതുവരെ 51,860 വരെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതിനു മുന്നേ റെസിസ്റ്റൻസുകളുണ്ട്. നമുക്ക് ഇവിടെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക, 51,770. ഓക്കെ, അത് എത്തിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആവും. നിങ്ങളത് ആദ്യം വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇവിടെ നിന്ന് എൻട്രി ലഭിച്ചു കഴിഞ്ഞാൽ 190ഓളം പോയിൻ്റ് ഉണ്ട്. 51,580 മുകളിൽ എൻട്രി ലഭിച്ചാൽ ഇനി അവിടെ നിന്ന് വീണ്ടും ബ്രേക്കൗട്ട് നടത്തി പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ശ്രദ്ധിക്കുക. താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്തു വരാൻ കഴിയും. 51,300 താഴെ 51,300 താഴെ നമുക്ക് അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതുവരെ വാച്ച് ചെയ്യാം എന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയും. 51,180 വരെ 51,180 വരെ വാച്ച് ചെയ്യാം. അതിനും താഴെ വരും. പക്ഷേ ഇതൊരു സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കും റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനും താഴെ ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ വാച്ച് ചെയ്യാം 50,990 വരെ. ഇപ്പോൾ ഏതായിരുന്നാലും ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 51,180 കിടക്കട്ടെ. 51,300 താഴെ ബ്രേക്കൗട്ട് നടത്തി നമുക്ക് എൻട്രി ലഭിച്ചാൽ 51,180, 51,580 മുകളിൽ നമുക്ക് എൻട്രി ലഭിച്ചാൽ 51,770. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇങ്ങനെ നാളേക്കുള്ള ട്രേഡ് സെറ്റപ്പ് നടത്താം. ഇനി നമുക്ക് ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് നമുക്കതൊന്ന് ലെങ്ത് കുറയ്ക്കേണ്ടതുണ്ട്. നമുക്ക് നാളെ 23,770 മുകളിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. 23,770 മുകളിൽ. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക.
23,820 ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. 23,820 വരെ കിട്ടിയാൽ തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ആവും. അതിനുശേഷം ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ നമുക്കപ്പോൾ അതിനനുസരിച്ച് നീങ്ങാം. ഇനി താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് എൻട്രി എടുത്ത് വരാം. 23,660 താഴെ 23,660 താഴെ എൻട്രി എടുത്താൽ നമുക്ക് 23,600 വരെ വാച്ച് ചെയ്യാം. അതിന് താഴെ ബ്രേക്കൗട്ട് നടത്തുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഇതുവരെ വാച്ച് ചെയ്യാം 23,590. ഓക്കെ, അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് മിഡ് ക്യാപ് നിഫ്റ്റി കൂടെ പറയാം. മിഡ് ക്യാപ് നിഫ്റ്റി കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം. മിഡ് ക്യാപ് നിഫ്റ്റിയും ഇന്ന് ആൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 13,230 എന്ന ഹൈയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓക്കെ, നാളെ ഇതിന് മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാൻ പറ്റും. ഓക്കെ, താഴേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്തു വരാം. 13,140 വേണ്ട, 13,140 താഴെ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് വരാം. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 13,280 13,280 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതേപോലെ താഴേക്കാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ നമുക്ക് വാച്ച് ചെയ്യാം 13,070. ഓക്കെ, അതിനുശേഷം താഴേക്ക് വരികയാണെങ്കിൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഇതുവരെ വാച്ച് ചെയ്യാൻ കഴിയും, ഏകദേശം 13,010 വരെ. ഓക്കെ, ഇതും മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. എല്ലാ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് വരിക. നിങ്ങൾ അഥവാ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ 4 ഇൻഡെക്സുകളും നിങ്ങളുടെ ചാർട്ടിൽ വരച്ചുകൊണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൃത്യമായി വരച്ചുകൊണ്ട് ട്രേഡ് എടുത്ത് പോകാൻ ശ്രമിക്കുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.